നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിനെ സംബന്ധിച്ച് ഈ ഒരു ദൗത്യത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം വളരെ ദുഃഖകരമായ ഒരു സങ്കടമുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ അതൊരു വിവാദം അല്ലെങ്കിൽ ഒരു എതിർപ്പ് എന്നൊരു തരത്തിലേക്ക് കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ നീങ്ങി. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ശാസ്താംകോട്ട ഉണ്ടായ സംഭവം. ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ കുറച്ച് യുവാക്കൾ ചേർന്ന് അത്തമിടുന്നു, അതിന് താഴെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ആലേഖനം ചെയ്യുന്നു. പക്ഷെ ഇതിനെതിരെ കുറച്ചു പേര് രംഗത്ത് വരികയാണ്. ക്ഷേത്ര സമിതി തന്നെ രംഗത്ത് വരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് മാറ്റണം. പോലീസ് വരുന്നു, പോലീസ് FIR ഇടുന്നു, ഓപ്പറേഷൻ സിന്ദൂർ മാറ്റണം എന്ന ആവശ്യം പറയുന്നു. തീർത്തും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ നടന്നത്. ശരിക്കും ഓണം എന്ന് പറയുന്നത് മലയാളികൾ ഒത്തൊരുമിക്കുന്ന, അവിടെ രാഷ്ട്രീയമോ ജാതി മത ഭേദമൊന്നുമില്ലാണ്ട് ഒത്തൊരുമിക്കുന്ന ഒരു ഉത്സവകാലം തന്നെയാണ്. ഈ അടുത്ത കാലങ്ങളിലായിട്ട് മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധ നേടുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ ഒരു രാഷ്ട്രീയം കലരുന്നുണ്ടോ എന്നുള്ളത്. കഴിഞ്ഞ ഓണം ആഘോഷങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഗണഗീതം പാടിയതും ഈ പറഞ്ഞോണം CPM പാർട്ടി ഗാനം പാടിയതുമൊക്കെ. പാർട്ടി ഗാനം തുടക്കമിട്ടു, അതിനുശേഷം പിന്നെ ഗണഗീതം മറ്റൊരു ക്ഷേത്രത്തിൽ പാടി. ഇതൊക്കെ ബന്ധപ്പെട്ട് വലിയൊരു രാഷ്ട്രീയ കോലാഹലം തന്നെയാണ് ഉണ്ടായത്. ഒരു പക്ഷേ ആൻസി ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ ഗാനങ്ങളും പാടാറുണ്ട്. ഇപ്പം ഗണഗീതം എന്നൊക്കെ പറയുന്ന RSS എന്ന് പറയുമ്പോൾ എപ്പോഴും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ ശാഖകളൊക്കെ നടത്തുന്ന ക്ഷേത്ര പരിസരത്ത് തന്നെയായിരുന്നു. ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവിടെ നടത്തുന്നുണ്ടോ എന്നുള്ളതും അറിയില്ല. പക്ഷേ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ അങ്ങനെ ക്ഷേത്ര പരിസരത്ത് ശാഖ നടത്തരുത് എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ശാഖ ഇപ്പം RSSനെ പലരും ഈ പറയുന്നത് പോലെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കുക അല്ലെങ്കിൽ അവരെ ഭയങ്കര ഇതായിട്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള RSS പ്രവർത്തകർ എന്ന് പറയുന്നത് ഒരു പക്ഷേ അവരെ പഠിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അവർക്ക് നല്ല വ്യായാമവും ഒപ്പം തന്നെ നല്ല ഗുരു, അമ്മ, അച്ഛൻ ഇവരെയൊക്കെ എങ്ങനെയാണ് കാണേണ്ടതെന്ന്, ബഹുമാനിക്കേണ്ടത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുള്ള വ്യക്തികൾ അങ്ങനെ തെറ്റായിട്ടുള്ളവർ ഉണ്ട്, നമുക്കില്ല എന്ന് പറയുന്നില്ല. എല്ലാം അതിര് കടന്നാൽ, എല്ലാം മതിമറന്നാൽ വേറൊരു തരത്തിൽ വിഷമാകുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ എല്ലാത്തിലും ഉണ്ട്. പക്ഷേ അവിടുത്തെ ക്ഷേത്രത്തിലെ എല്ലാ ഉത്സവങ്ങളും ഓണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ശാഖാപ്രവർത്തകരാണ് കൂടുതലും അവർ ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശാഖയിൽ ആണ് കുട്ടികളൊക്കെ വരികയും എടുക്കുകയും അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിലാണ് കൂടുതലും അണിചേരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ക്ഷേത്രത്തിൻ്റെ മിക്ക കാര്യങ്ങളും അവർ കൂടുതലും മുന്നിട്ടിറങ്ങി ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം നമ്മുടെയൊക്കെ ഇപ്പോഴും അമ്പലങ്ങളിലൊക്കെ അവിടെ ഇങ്ങനെ RSS പ്രവർത്തകർ എന്നതിനപ്പുറം അവരൊക്കെ ഒരു വിശ്വാസികൾ എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഈ പറഞ്ഞോണം BJP ഉണ്ട്, എല്ലാവരും ഉണ്ട്, RSS ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച്, ഒരുപക്ഷെ ക്രിസ്ത്യൻസ് എല്ലാവരും കൂടെ ഒക്കെ ഒത്തൊരുമിച്ചാണ് ഉത്സവം എന്ന് പറയുന്ന സംഗതി നടത്തുന്നത്. പക്ഷെ ഇപ്പോഴും ഈ അടുത്ത കാലത്താണ് അവിടെ ഈ അമ്പലത്തിലെ ഉത്സവത്തിൽ CPMന്റെ പാർട്ടി ഗാനം പാടി, ഗണഗീതം പാടി. പണ്ടൊന്നും ഇങ്ങനത്തെ ഇല്ലായിരുന്നു. ഇപ്പൊ അവരൊക്കെ പാടാറുണ്ട്, നമ്മൾ ആസ്വദിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഈ ഒരു രാഷ്ട്രീയപരമായിട്ട് ഇതങ്ങ് വേർതിരിവുണ്ടായത്. ഒരു പക്ഷെ അത് മനഃപൂർവ്വം തന്നെയായിരിക്കാം. അന്ന് ഇപ്പം CPMന്റെ പാർട്ടി ഗാനം പാടിയപ്പോൾ ഒരു ഗണഗീതവും കൂടെ അദ്ദേഹത്തിന് പാടിയിരുന്ന ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇത് ചില ആൾക്കാർ വന്ന് മനഃപൂർവ്വം അതിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയം പരിപാടിയിലൊക്കെ കലർത്തുമ്പോഴാണ് അവിടെ ഒരു ഭയങ്കര പ്രശ്നമായി മാറുന്നത്. ഒരു ഉത്സവം, ക്ഷേത്രത്തിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന് മാത്രം ഉള്ളതല്ല. അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ മതവിഭാഗങ്ങളും വന്നു ചേരുന്നതാണ്. ഞാൻ ഈ സമയത്ത് കഴിഞ്ഞ ഉത്സവത്തിന് ഞാൻ ചെന്നപ്പോൾ അവിടെ തുടക്കമിട്ടത് ഈ പറഞ്ഞ ദേശഭക്തി ഗാനത്തിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞത് പിന്നെ ഒരു ക്രിസ്ത്യൻ ഗാനം ആലപിക്കുന്നത് ഞാൻ കണ്ടു ക്ഷേത്രത്തിൽ. ഞങ്ങളുടെ ക്ഷേത്രത്തിലൊക്കെ മിക്കവാറും ക്രിസ്ത്യൻ ഗാനങ്ങളൊക്കെ ആലപിക്കാറുണ്ട്. അപ്പം അതേപോലെ തന്നെ ഈ പള്ളികളിൽ ഈ പറഞ്ഞോണം ചില ഹിന്ദു ഗാനങ്ങൾ, ചില കോമൺ ആയിട്ടുള്ള ഹിന്ദു ഗാനങ്ങൾ ആലപിക്കുന്ന അവരുടെ പ്രോഗ്രാം, ഗാനമേള, അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു മത സൗഹാർദ്ദമാണ് നമ്മുടെ നാടെന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരുപാടുണ്ട് ആൻസി പറയാൻ. പക്ഷേ ഇപ്പോൾ ഈ ശാസ്താംകോട്ട ഈ ഒരു ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് അവിടെ ഒരു രാഷ്ട്രീയമുള്ളത്? അവിടെ ഒരു രാഷ്ട്രീയമില്ല. അത് നമ്മുടെ ഇന്ത്യ എന്നൊരു വികാരം മാത്രമേ ഉള്ളൂ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരമേ ഉള്ളൂ. ഞാൻ അതിൽ ഒരാൾ കൊടുത്ത ബൈറ്റ്, ഒരു ക്ഷേത്ര സമിതി അംഗം കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂറിന് ഇട്ടപ്പോൾ അതിനകത്ത് കാവ്യയുടെ നിറമാണ് സിന്ദൂറിന്. പിന്നെ സിന്ദൂറിന് പിന്നെ ഏതിൻ്റെ നിറമാണ് വരുന്നത്?
ഇതിനെയൊക്കെ ഇങ്ങനെ, അതേപോലെ തന്നെ ആ ഫ്ലാഗ്, RSSന്റെ ഫ്ലാഗ്, ഇത് RSSന്റെ ഫ്ലാഗാന്നുള്ള ആദ്യം മനസ്സിൽ നിന്ന് എടുത്തു കളയുക. അവര് ചിലപ്പോൾ ആ ഒരു കൊടി ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇത് മഹാഭാരത യുദ്ധകാലത്ത്, പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് മുതൽ, ആദിമ ഭാരതത്തിന്റെ കാലം മുതൽ ഉണ്ടാകുന്നതാണ് ഈ ഒരു സഫ്രോൺ കളർ, ഈ ഒരു കൊടി എന്ന് പറയുന്നത്, ധ്വജം എന്ന് പറയുന്നത്. പിന്നീടാണ് നമ്മുടെ ത്രിവർണ പതാകയൊക്കെ വന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അത് RSS ഇട്ടതുകൊണ്ട് RSSന്റെ ധ്വജം, ക്ഷേത്രങ്ങളുടെ ഒരു കൊടി അങ്ങനെയാണ്. അപ്പൊ അതിനെയൊക്കെ വെറുതെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറയുന്നത്, ഒരു RSSന്റെ സിമ്പിൾ അതിനകത്തില്ലല്ലോ, സിമ്പിൾ ഇല്ല. അത് ഒരു ധ്വജം മാത്രം, ഒരു കൊടിയുടെ ഇത് മാത്രമേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ പറഞ്ഞതുപോലെ ചില പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അമ്പലങ്ങളിലെ ഉത്സവത്തിനൊക്കെ കൊടുക്കുന്ന ഈ കാവി ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കൊടി ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഈ ശ്രീകൃഷ്ണ ജയന്തി സമയത്തും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കണ്ടിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത രാഷ്ട്രീയപരമായിട്ടുള്ള വല്ലാത്തൊരു വേർതിരിവ്, മനുഷ്യന്റെ മനസ്സിലേക്ക് മനഃപൂർവ്വം വിഷമിറക്കുന്ന ചില രാഷ്ട്രീയ കോമരങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു ആൻസി. ഇത് ആവശ്യമില്ലാത്ത ഒരു വിവാദമായിപ്പോയി. എന്ത് തന്നെയായാലും അതിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ ഈ ക്ഷേത്ര സമിതിക്കും ഈ പോലീസുകാർക്കും എതിരെ തന്നെയാണ് ഭൂരിഭാഗം ജനങ്ങളും. അതവർ മനസ്സിലാക്കുക. കാരണം ജനം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഹിന്ദു എന്ന് പറയുന്ന ഒരു വികാരമുണ്ട്, ക്രിസ്ത്യനും ഒരു വികാരമുണ്ട്, മുസ്ലിമിനും ഒരു വികാരമുണ്ട്. മറ്റു മതങ്ങളിലൊന്നും ഇവരൊന്നും കയറി കളിക്കാറില്ല. കൂടുതലും ക്ഷേത്രങ്ങളിലാണ് കയറി കളിക്കുന്നത്. ഇപ്പൊ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നത് ക്ഷേത്രങ്ങളിലാണ്. കാരണം ഏറ്റവും ഭൂരിപക്ഷ വിഭാഗം ഹിന്ദുക്കളാണ്. അവരെ എങ്ങനെ പ്രീണിപ്പിക്കണം, അല്ലെങ്കിൽ ഇവരെ എങ്ങനെ ഇതാക്കണം എന്നുള്ള തരത്തിൽ ഇവരുടെ ഇടയിൽ ഒരു വേർതിരിവുണ്ടാക്കി തമ്മിൽ തല്ലിച്ച് അവിടെ ചോര കുടിക്കുന്ന കുറെ രാഷ്ട്രീയ കോമരങ്ങൾ എന്ന് തന്നെ പറയുന്നത്. ഈ ക്ഷേത്ര ഉപദേശക സമിതി ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഇതിനൊന്നും ഒരു അത്തപ്പൂക്കളോ അല്ലേ, അത് അവരങ്ങ് ഇട്ടോട്ടെ. അല്ലെ അതിനെന്താ, ഓപ്പറേഷൻ സിന്ദൂർ ഇട്ടതുകൊണ്ട് എന്താ, അവർ ചെയ്യത്തൂല്ല, ഇവരെ ഇട്ട് ചെയ്യിക്കാനും സമ്മതിക്കത്തില്ല. ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയിട്ട് ആ കൊടി വരച്ചു. അപ്പോൾ പിന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എപ്പോഴും രാജ്യത്തിൻ്റെതാണ്, അപ്പോൾ പിന്നെ ഇന്ത്യയുടെ കൊടി വരച്ചൂടെ എന്ന രീതിയിലൊക്കെ വിമർശനം ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് അവരുടെ കൊടി, RSSന്റെ കൊടി, അതൊരു ചോദ്യമാണ്. ഇപ്പം ഓണാഘോഷം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യ മുഴുവനും ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഉത്സവമല്ല, മലയാളികളുടെ ഒരു ഉത്സവമായിട്ടാണ് കാണുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അത് ക്ഷേത്രമാണ് അല്ലേ. ഓണം എന്ന് പറയുമ്പം മലയാളികൾ ഒന്നടങ്കം, അവിടെ ജാതിമത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് അതൊരു ഹിന്ദു മതവിശ്വാസത്തിന്റെ ഉത്സവമായിട്ട്, മഹാബലിയും വാമനും ഒക്കെ ഒരു ഹിന്ദു മതവിശ്വാസത്തിന്റെ ഉത്സവമായിട്ട്. അപ്പൊ ക്ഷേത്രത്തിൽ പിന്നെ ത്രിവർണ്ണ പതാകയുടെ കൊടിയാണോ നാട്ടേണ്ടുന്നത്, അതോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ധ്വജമാണോ, അല്ലെങ്കിൽ ഈ ഒരു കാവി കൊടിയാണോ വരയ്ക്കേണ്ടുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തിനാണ് രാഷ്ട്രീയം കലർത്തുക? അവരിപ്പോ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ പറയുന്നത്. അതിനിടയ്ക്ക് ഒരു കാവി കൊടി നാട്ടിയതല്ല, അതിങ്ങനെ വരച്ചു പൂക്കളത്തിൽ അതിന്റെ ഇതിട്ടു, ആലേഖനം ചെയ്തു എന്നുള്ളതാണ് പ്രധാന വിഷയം. ഇതിനൊന്നും വലിയതായി. ഓണം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ആഘോഷിക്കുക. ഇത് വെറുതെ പോലീസാക്കുക അല്ലെങ്കിൽ പോലീസ് കേസാ. അവർ ഓപ്പറേഷൻ സിന്ദൂർ അല്ലേ ഇട്ടെ, വേറെ അല്ലല്ലോ. ഇപ്പൊ RSSന്റെ ഇതോ അല്ലെങ്കിൽ RSSന്റെ മറ്റേതെങ്കിലും സംഗതികളോ ആണെങ്കിൽ ഒക്കെ നമുക്ക് പറയാം. ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ രാജ്യത്തിന്റെ ഒരു വികാരമല്ലേ, രാജ്യത്തിന്റെ ഒരു വികാരമല്ലേ. അതില് ആർക്കാണ് ഇത്ര രാജ്യദ്രോഹ കുറ്റമായിട്ട് തോന്നിയത്? അത് അഭിമാനപൂർവ്വം ഞാൻ പറയുന്ന എല്ലാ സ്കൂളുകളിലും എല്ലാവരും ഈ അത്തപ്പൂക്കളം ഇടുമ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ പൂക്കളമായിരുന്നു ഇത്തവണ ഇടേണ്ടുന്നത്. കാരണം അത് നമ്മുടെ വിജയമാണ്, നമ്മുടെ ഭാരതത്തിന്റെ വിജയമാണ്. ഇതല്ലെങ്കിൽ പിന്നെ മഹാബലി വന്ന് കാണുന്നത് ഏത് പൂക്കളമാണ് അല്ലേ, ഏത് പൂക്കളമാണ് മഹാബലി വന്ന് കാണുന്നത്? എന്റെ ഒരു അനുമാനത്തിൽ തോന്നുന്നു അവരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ എന്നതിലുപരി ആ കൊടിയുടെ നിറമായിരിക്കാം അല്ലെ. അല്ല, ഓപ്പറേഷൻ സിന്ദൂർ എന്തിനിട്ടു എന്നുള്ളതാണ് കൂടുതലും ചോദ്യം. എന്നാൽ കൊടിയുടെ ഇതും അതിനകത്ത് വരുന്നുണ്ട്. രണ്ടും കൂടെ അവർക്ക് അങ്ങോട്ട് ആർക്കോ CPM-ലെ പല അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോഴും ദഹിക്കുന്നില്ല, കൊടി എന്ന് പറയുന്നത് ഇതെന്താണ് ദഹിക്കാകെയുള്ളത്? അത് ദഹിക്കാകെ വരേണ്ട കാര്യമില്ല. അവരെത്ര ദഹിക്കാകെ ഉണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ നിൽക്കും. ക്ഷേത്ര ഉപദേശക സമിതി സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ ഇവരൊക്കെ ചെയ്യേണ്ടുന്നത് കുറച്ച് ക്ഷേത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിശ്വാസമുള്ളവരെ തന്നെ വേണം. ഒരുപക്ഷെ നാട്ടിലെ പലരും ഈ കുട്ടികൾക്ക് സപ്പോർട്ടായിട്ട്, ഈ യുവതലമുറയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ട്. ഈ ഉപദേശക സമിതിയിലുള്ള ചില രാഷ്ട്രീയ ആൾക്കാരാണ് ഇത് വല്ലാത്ത രീതിയിൽ അതിനെ വല്ലാണ്ടാക്കി. എന്തായാലും ആ ക്ഷേത്രവും ഈ അത്തപ്പൂക്കളം അങ്ങ് ഫേമസ് ആയി ഓണത്തോടെ. ഓണം തൂക്കിയെടുത്ത് ഈ പൂക്കളം
എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അതായത് ഈ പോലീസ് ഉടൻ തന്നെ FIR ഇട്ടതിനെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ഉടൻ തന്നെ പോലീസ് വരുന്നു, FIR ഇടുന്നു, അപ്പൊ അത്രമാത്രം വേണ്ടിയിരുന്നു എന്ന തരത്തിൽ ചോദിക്കുകയുണ്ടായി അദ്ദേഹം. എന്തോ വലിയൊരു രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് ഇവരെ കൊണ്ടുപോയത്. അതിന്റെ ആവശ്യം എന്താണ്? ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഇത് നേരത്തെ അറിഞ്ഞു ഞാൻ അതുപോലെ ഒരു പൂക്കളം ഇട്ടേനെ. നമുക്കൊന്നും അറിയണമല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ ആർക്കാണ്, ഏത് പോലീസുകാർക്കാണ്, ഏത് രാഷ്ട്രീയക്കാർക്കാണ് ഇത്ര വലിയ അരോചകമെന്ന് പറയുന്നത്? നമ്മുടെ അഭിമാനമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. നമ്മുടെ മാത്രം സ്വകാര്യ അഹങ്കാരമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതില് അഭിമാനിക്കുക, വന്ന് അവിടെ നിന്ന് ഒരു സല്യൂട്ട് അടിക്കേണ്ടെന്ന പോലീസാണ് ഇത്തരത്തിലുള്ള ഇത് കാണിച്ചു. ഇത്രത്തോണമൊന്നും അവര് ദ്രോഹം ചെയ്തില്ല. പിന്നെ അവരെ ഒരു പക്ഷെ ഈ കാവിക്കൊടിയും കൂടെ അങ്ങ് ഇട്ടപ്പോഴത്തേന് അത് ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ കാവിക്കൊടികൾ തന്നെ പാറും അല്ലേ? അല്ലാതെ CPM-ന്റെ കൊടിയോ കോൺഗ്രസിന്റെ കൊടിയോ BJP-യുടെ കൊടിയോ അല്ല അവിടെ പാറുന്നത്. അത് ക്ഷേത്രത്തിന്റെ കൊടികൾ തന്നെ പലയിടത്തും പാറും. ഇനി ചിലപ്പോൾ ഈ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഈ ചില ക്ഷേത്രങ്ങൾ കൊടുത്തത് തന്നെയാണ് പ്രശ്നമായത്. അതുകൊണ്ടായിരിക്കും ഈ രാഷ്ട്രീയം കൂടുതൽ അവിടെ ക്ഷേത്രങ്ങളിൽ കലരുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ പള്ളികളിൽ അവിടെ അവർ ക്രിസ്മസ് നടത്തുന്നുണ്ട്, നാളെ കേക്കിനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി ഒരു കേക്ക് കട്ട് ചെയ്ത പോലീസ് അവിടെ എത്തില്ല. ആ നട അങ്ങോട്ട് ചവിട്ട ആരും അനുവദിക്കത്തില്ല വിശ്വാസികൾ. ഒരു മുസ്ലിം ചർച്ചില് ഇത്തരത്തില് ഒരു എന്തെങ്കിലും നടത്തി അവരങ്ങോട്ട് എത്തുവോ? ഇല്ല, ഒന്നും എത്തത്തില്ല. കാരണം ക്ഷേത്രങ്ങളിൽ എന്തുമാകാം എന്നുള്ളൊരു ഒരു ഇത് വന്നിട്ടുണ്ട്. അതിന് ഈ വിശ്വാസികൾ തന്നെ രണ്ട് തട്ടിലായി കഴിഞ്ഞു. ഇതിപ്പം രാഷ്ട്രീയക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വിശ്വാസികൾ തന്നെ ഇപ്പം വിശ്വാസികളുടെ ഇടയിൽ തന്നെ രാഷ്ട്രീയമുള്ളത് കൊണ്ട് അവർ രണ്ടും മൂന്നും തട്ടിലായി കഴിഞ്ഞു. NSS, SNDP, CPM, കോൺഗ്രസ്, BJP, RSS ഇങ്ങനെ പല പല സംഘടനകളായിട്ട് വിശ്വാസികളുടെ ഇടയിൽ തന്നെ വന്നതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അത് മാറുക. വിശ്വാസം വേറെ, നിങ്ങളുടെ രാഷ്ട്രീയ ചിന്ത വേറെ. ക്ഷേത്രത്തിൽ രാഷ്ട്രീയം കൊണ്ടൊന്ന് കലർത്താതിരിക്കുക. എങ്ങനെയാണ് പണ്ടത്തെ തലമുറ പോയത് അതുപോലെ തന്നെ മുമ്പോട്ട് പോവുക. ക്ഷേത്രത്തിന്റെ വിശ്വാസം അനുസരിച്ച് മുമ്പോട്ട്. ഇത് വിശ്വാസത്തിനെതിരായിട്ട് ഒന്നും അവരവരുടെ ചെയ്തിട്ടില്ല. ഓണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പൊതു ആഘോഷമാണ്. അപ്പൊ അതിൽ അവർ ഒരു അത്തപ്പൂക്കളം ഇട്ട് അതിനെ അഭിനന്ദിക്കുക, അല്ലെങ്കിൽ അവർക്ക് കൈ കൊടുക്കുക. അല്ലാതെ അവരെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ പ്രകോപനം ഉണ്ടാകുമ്പോഴാണ് രാഷ്ട്രീയപരമായിട്ട് പോകുന്നത്. അപ്പൊ ഇത് തികച്ചും ഇത്തരത്തിലുള്ള ഇതേപോലെ തന്നെ ഉത്സവം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവം ഒരു നാടിന്റെ ഉത്സവമായിട്ടാണ് വരുന്നത്. അവിടെ ഗണഗീതവും ആലപിക്കണം, CPM-ന്റെ ഗാനവും ആലപിക്കണം, ക്രിസ്ത്യൻ പാട്ടും ആലപിക്കണം, മുസ്ലിം. ഞാൻ പറയുന്നത് അങ്ങനെയാണ്. കാരണം എന്തുകൊണ്ടല്ല, അതുപോലെ തന്നെ തിരിച്ചും. അതാണ് ഒരു മതസൗഹാർദ്ദം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിൽ ഗാനമേളകൾ നടത്തരുത്. ഭക്തിഗാനം മാത്രം. ഇപ്പം മിക്ക ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. ഈ പറഞ്ഞോണം അത് പല കലാകാരന്മാരുടെയും വയറ്റത്തടിക്കുവാന്നേ. കലാകാരന്മാർക്ക് ഏറ്റവും കൂടുതൽ ചാകര വരുന്നത് ഈ ഉത്സവ സീസണുകളിലാണ്. അപ്പൊ അവരുടെ കൂടി കലയെ അമർത്തുന്ന രീതിയിലായിട്ടുണ്ട്. കാരണം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ അവരുടെ ആഘോഷങ്ങളിൽ ഒരിക്കലും ഗാനമേളയോ നാടകമോ ഇതൊന്നും അവതരിപ്പിക്കത്തില്ല. ഏറ്റവും കൂടുതൽ ക്ഷേത്ര ഉത്സവങ്ങളിലാണ് കലാകാരന്മാരൊക്കെ ഒന്ന് പച്ച പിടിച്ചു വരുന്നത്. അപ്പൊ അതിനിയില്ല, ഭക്തിഗാനങ്ങളും ഭക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു പുരാണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഈ നാടകങ്ങൾ മതി എന്ന് വിശ്വാസികൾ തീരുമാനമെടുത്താൽ തീരാവുന്നേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ. ഒറ്റ കലാകാരന്മാരും വരുമോ ഗാനമേള അവതരിപ്പിക്കുമോ? കഴിഞ്ഞ തവണ CPM-ന്റെ പാർട്ടി ഗാനം അവതരിപ്പിച്ച ആൾക്ക് ക്ഷേത്രങ്ങൾ പറയുവാണ് ഇനി മേല ഗാനമേള എന്ന് വേണ്ട, ഇതേപോലുള്ള ആൾക്കാർ വീട്ടിൽ കുത്തിയിരുന്നോളും അല്ലേ? അപ്പം അതുകൊണ്ട് ഇതൊരു മറ്റുള്ളവർ വ്രണപ്പെടുത്താത്ത രീതിയിൽ നല്ല രീതിയിൽ ഞാൻ എൻ്റെ ക്ഷേത്രത്തിൻ്റെ കാര്യം ക്രിസ്ത്യൻ പാട്ട് ഞാൻ കഴിഞ്ഞ ഉത്സവത്തിന് ഞാൻ കേട്ടതാണ്. അതേപോലെ തന്നെ ദേശഭക്തി ഗാനം, അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു ഗണഗീതവും പാടും, മറ്റേതും പാടും. അതെല്ലാവരും നിന്ന് കേൾക്കുകയും ചെയ്യും അല്ലേ? പാട്ടുകൾ എന്ന് പറയുന്നത് എന്ത് തന്നെയായാലും അതിനൊരു കലയുണ്ട്, അത് ആസ്വദിക്കുക. പക്ഷെ ഇത് രാഷ്ട്രീയവൽക്കരിക്കുമ്പോഴാണ് പ്രശ്നമായിട്ട് മാറുന്നത്. ഇതിൽ വേണ്ടുന്നതെന്ന് പറയുന്ന വിശ്വാസികൾ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുക. ദേവസ്വം ബോർഡിനെയൊക്കെ മാറ്റി നിർത്തിയാണ് ചെയ്യുന്നത്. ഇപ്പം ആറ്റുകാൽ ക്ഷേത്രം, അതേപോലെ തന്നെ അത്തരത്തിലുള്ള ചില ക്ഷേത്രങ്ങളുണ്ട്. അത് ട്രസ്റ്റാണ്. ആ ഒരു നാടാണ്, നാടിന്റെ ഒത്തൊരുമയാണ് നടക്കുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് നടത്തുന്നത്. ആറ്റുകാൽ പൊങ്കാല ലോകത്തിലെ ഏറ്റവും വലിയ പൊങ്കാലയാണ് അല്ലേ? എങ്ങനെയാണ്, എന്ത് അടിപൊളിയായിട്ടാണ് നടത്തുന്നത് അല്ലേ? അപ്പൊ ഇതില് സർക്കാരിനെയും രാഷ്ട്രീയക്കാരെയും ഇടപെടുത്താതിരിക്കാമോ? ദേവസ്വം ബോർഡ് പോലുള്ള സംഘടനകൾ ഒഴിവാക്കാമോ? ഏറ്റവും നല്ല വിശ്വാസികൾ തന്നെ ഏറ്റെടുത്ത് നടത്തുക, അവരുടെ തന്നെ ട്രസ്റ്റ് രൂപീകരിക്കുക, അവരുടെ തന്നെ ഇത്. അതാണ് ഏറ്റവും അധികം ചെയ്യുന്നത്. സംഘടനകൾ, ഹിന്ദു സംഘടനകൾ വന്ന് ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിലൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കാത്തത്? അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അവിടെ ഈ പോലീസ് കുപ്പായം ഇട്ടുകൊണ്ടും കൂടെ ഒന്ന് ചെല്ലട്ട്. അവരുടെ ക്രിസ്മസിനോ അല്ലെങ്കിൽ ഈ റംസാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കോ അവരെ അങ്ങോട്ട് ഭരിക്കാൻ ചെല്ലട്ടെ.
അവിടെ ഉള്ളവർ തന്നെ എന്തെങ്കിലും അടിക്കോ പിടിക്കോ വന്നാൽ തന്നെ അവിടെ വില പോകത്തില്ല. അവരുടെ അടിയും പിടിയൊക്കെ അവരുടെ ഇടയിൽ തന്നെ തീരും. ഇതിനകത്ത് തീർക്കാതെ ചുമ്മാതെ അത് പോലീസ് കേസാക്കി. എന്തായാലും ആ ക്ഷേത്രം വലിയ ഹിറ്റായി കേട്ടോ, ആ അത്തപ്പൂക്കളം. മിക്കവാറും എനിക്ക് തോന്നുന്നു ഇനി വരുന്ന പൂക്കളങ്ങളെല്ലാം ഓപ്പറേഷൻ സിന്ദൂർ ആയിരിക്കും. അല്ല, അതിന് ശേഷം 1-2 പേരൊക്കെ ഇട്ടു, ഓപ്പറേഷൻ സിന്ദൂർ ഇട്ടു. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അഭിമാനിക്കുന്ന ഒരു കാര്യം തന്നെ, അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതെന്നും ഓരോ ഇന്ത്യക്കാരനും നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന, അഹങ്കാരത്തോടെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്കും അതുപോലെ തന്നെ മതം മതത്തിൻ്റെ വഴിക്കും പോട്ടെ. രാഷ്ട്രീയം വേറെ, മതം വേറെ, അത് രണ്ടും കൂടി കൂടിച്ചേരാതിരിക്കട്ടെ.